എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി കുക്കിംഗ് ആണ്. കാരണം എന്താണ് സലു? ഉമ്മാക്ക് വയ്യാത്തോണ്ട് അപ്പം ബാപ്പയായിരിക്കും ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത്. പക്ഷേ ഉമ്മാരത്തൊക്കെ പറഞ്ഞപ്പോൾ ഒരാർക്കും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ രീതിയിൽ കുക്ക് ചെയ്യാന്ന് ചോദിച്ചു. അതിന് വേറൊന്നുമല്ല, ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വെച്ചൊരു കറിയും ഉണ്ടാക്കി ബ്രെഡില്ലേ, വീറ്റ് ബ്രെഡ് ഉണ്ടോ, അപ്പോൾ ബ്രെഡുമായിട്ട് ഇന്നത്തെ ഡിന്നർ ആക്കാമെന്ന് വിചാരിച്ചു. സൽമാനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പം എന്ത് വിചാരിക്കും? ഓ, ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോയതുണ്ടാക്കും. അത്ര എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? വേണ്ട, ആ സമയം കൊണ്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തേ. അപ്പം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടാ? വേണ്ട വേണ്ട വേണ്ട, മീഡിയത്തിൽ വെച്ചാൽ. അപ്പൊ എന്ത് വെറൈറ്റി ചിക്കനാണിത്? നിങ്ങൾക്ക് ചിക്കൻ കിട്ടിയാൽ പോരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ ചിക്കനോ ചെട്ടിനാട് ചിക്കനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിക്കനോ എന്ത് പേര് വേണമെങ്കിലും ഇട്ടോളൂ. ചോളോ ചിക്കൻ, ആ പേര് മാത്രം പറയാം. ഇത് നമ്മൾ കുക്കിംഗ് ഷോ ഒന്നും അല്ലടേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നെങ്കിലേ പാപ്പാക്ക് ഈ അരിയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഫ്രിഡ്ജിൽ കാണുമായിരുന്നു പേസ്റ്റ്. കോൾഗേറ്റാ വേണമെങ്കിൽ എടുത്തോണ്ടേരാ. ഈ പാപ്പായെ കളിയാക്ക്. അടുത്തത് ഇതൊക്കെ ഞാൻ കൂടുതൽ എടുത്തതെന്നറിയോ, നിങ്ങൾക്ക് വയറിനൊന്നും അസുഖം വരണ്ടെന്ന് വെച്ചു. എന്തിന് കൂടുതൽ എടുക്കുമ്പോ ഈ വയറുവേദന വരൂലേ? വെച്ചു പാൻ ചൂടാകാൻ നോക്കി, അടപ്പൊന്ന് മാറ്റി. മാടാ പാനാണ് ചൂടായ തൊട്ട് നോക്കുന്നു. എങ്ങനെ ഈ കൈയൊന്നും പൊള്ളിച്ചോണ്ട് വരല്ലേ മുളകേ മുറിച്ചിട്ട് ഇത് മാത്രം വരാന് തുടങ്ങാല്ല. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ എവിടെ? സ്പൂണൊന്നും വേണ്ട, ഒരു കൈക്കണക്ക്. ഇതൊക്കെയാണ് വാപ്പന്മാരുടെ നിന്ന് കണ്ടതിൻ്റെ ഒരു കണക്കാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേ റിച്ചുവിന് ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞു തരുന്നത് നീ പഠിച്ചോണം. ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. അങ്ങനെ എല്ലാം ഒന്നിട്ടാവൂലേ? ഇല്ലല്ലോ, ഓരോന്നിനും ഒരേ വേവാണ്. അതിൻ്റെ ഒരു പച്ചമണം ചെയ്യണം. വെളുത്തുള്ളിയുടെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അടുത്ത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാർത്ത, ഇത് എന്ത് കണക്കിലൊക്കെയാണ് അല്ലേ? മണമെന്ന് തുടങ്ങി. 2 മുളക് കൂടെ ഇടാം. തൊണ്ട് കളയണ്ടേ? ഒന്നുമില്ല, ഉമ്മ ഇടുന്നത് കണ്ടിട്ടില്ല. നമ്മളെ കുക്ക് ഉമ്മയാണ്. ഗോൾഡൻ കളറൊന്നും ആവുന്നവരെ കാത്തിരിക്കണ്ട. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതെ, മുളക് അതിൻ്റെ ശേഷമാണ്. മുളക് ലാസ്റ്റ് സമ്മാനപ്പെടും. ആയിക്കോട്ടെ, നേരത്തെ ഇട്ടാലേ മുളക് ഒരുമാതിരി ആ കളറൊക്കെ പോകും. ഇളകി കൊടുക്കും. എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന പോലത്തെ അത് വെറൈറ്റി വേണം. വെറൈറ്റി എന്ത് ഇങ്ങനെ വെറൈറ്റി ആക്കാൻ പറ്റും? ചിക്കൻ കറി ചിക്കൻ കറി തന്നെ, അല്ല വെറൈറ്റി അങ്ങനെ അല്ല. വാപ്പാടെ രീതിയിലല്ല. എന്തോ ഒരു കൈ എവിടെയോ പോകണം. വിശക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് ശരിയായി. പാപ്പാ ഇതായാ നോക്ക്. ഞാൻ പറഞ്ഞില്ല, നീ കരിച്ചാതിട്ട് അയോട്ട് പോകുമ്പോ ഇതാ അത് ചെറിയ ഇതൊന്നല്ലോ. വാ നിറച്ചെടുത്തേക്കോ, പഴം തീർന്നു. എന്റെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു.
ഇനി വേണോ റിച്ചു എനിക്ക് വെറൈറ്റി വേണമെന്നല്ലേ പറഞ്ഞത്. ഞാൻ റൂമിൽ അണ്ടിപ്പരിപ്പും ഇതുമുണ്ട്, ഒരു ബദാമും ഉണ്ട്, എടുക്കുന്നത്. ബട്ടർ ചിക്കനാ? ബട്ടർ ചിക്കനിലല്ലേ മറ്റേ ഇത് കാഷ്നട്ട് ഇടുന്നു. കൊണ്ടുപോവാ. കാഷ്നട്ടാ പേസ്റ്റാ? പേസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഇപ്പോൾ നമുക്ക് പറ്റില്ല. തിന്നാനായിരിക്കും. തിന്നാൻ വേണ്ടിയാണ്. കുറച്ച് കൈ വന്നാണ്ടോ ഒരു കൈ. കുറച്ച് ഇട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഇത്രയൊക്കെ. ക്യാമറ കാണിച്ചു കൊടുക്കണ്ട്. നീ ഒന്ന് ഇളകിയോട്, കഞ്ഞി പോലെ. ഇത് കാഷ്നട്ട് ഇടുമ്പം ഇത് കറിയിൽ കാണൂലേ? ഇല്ല, കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. കരിയോ ഇല്ലല്ലേ? മതിയോ? മതി മതി. ഇതൊന്ന് ഇട്ടോട്ട് ഒരു വെറൈറ്റി. ഇങ്ങനത്തെ ചിക്കൻ കറി കഴിച്ചുണ്ടോ? മറ്റേത് കൊണ്ടുവരണോ? ബിസിനസ്സാ? അല്ലല്ല, കുരുമുളകിന്റെ മറ്റേ പൊടി പോലത്തെ. അത് ലാസ്റ്റ്. മറ്റേ ഇത് ചില്ലി ഫ്ലേക്സ്. അത് വേണ്ട, എരിവ് കൂടും. കാഷ്നട്ടും ബദാമൊക്കെ ഏകദേശം ഒന്ന് ചൂടായി തുടങ്ങി. വലിയ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. ഇനി നമുക്ക് മസാല പൊടികളിടാം. ഒരു ടീസ്പൂൺ ഗരം മസാല എടുക്കുക. എത്ര മണിയില്ല? 1.5 ടീസ്പൂൺ. ഇനി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. റിച്ചുവിന് എരിവ് കുറച്ച് വേണമെന്ന് വിചാരിക്കും അല്ലേ? മല്ലിപ്പൊടി വേണ്ടേ? അത് ഉമ്മാടെ കറിക്കായിരിക്കും മല്ലിപ്പൊടി. ഇതിന് മല്ലിപ്പൊടിയൊന്നും വേണ്ട. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം. മെയിൻ സാധനം ഇവിടെ ചിക്കനാ. ഉപ്പ് എളുപ്പം. ഇനി നമ്മളെ മെയിൻ സാധനം ഇടുവാണ്, ഉപ്പ്. പഞ്ചസാരയും വേണോ? അപ്പൊ വെറൈറ്റി അല്ലേ? ആ ചിക്കൻ ഇങ്ങനത്തെ ഇത് മുമ്പെടുത്തതിന് കുറച്ച് ബാക്കിയാണ്. അടിപൊളി. ഉമ്മ ചൂടുവെള്ളം ഒഴിക്കുക, അറിയാമോ? ഉമ്മ പച്ചവെള്ളം ഒഴിക്കില്ല. അതിൻ്റെ ഗുഡൻസ് എന്നിൻ്റെ ഉമ്മ പറയുന്നത് അത് ഇപ്പം ചൂടായിരിക്കുന്ന സാധനങ്ങളല്ലേ, ഉടൻ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലെന്നാണ് ഉമ്മയുടെ കണക്ക് കൂട്ടുന്നത്. ചൂടുവെള്ളം ഒഴിക്കണോ? വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ ചാറ് വരും. ബ്രെഡ് തിന്നാൻ തന്നെയല്ലേ. പൊറോട്ട അടിക്കണ? പൊറോട്ട ഞാൻ പൊറോട്ട അടി നിർത്തി. അന്ന് പൊറോട്ട അടിച്ച നല്ല ഹിറ്റായല്ല. നീ ഇന്നലത്തെ ഉമ്മയുടെ വീഡിയോ കണ്ടില്ലായിരുന്ന? പൊറോട്ട അടിക്കാതെയും കുഴയ്ക്കാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു കണ്ടില്ല? നീ ചോദിച്ചു ഇത് ദോശയാണെന്ന് ചോദിച്ചില്ല. ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. ട്രെൻഡിങ് എന്തെങ്കിലും കാണിക്കുമ്പോൾ ട്രെൻഡിങ്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. സൽമായിക്കാണോ? സൽമായിക്കായിരിക്കും തോന്നുന്നു. ഫോൺ എടുക്കും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം എന്താണ് പരിപാടി. ചിക്കനെ ഇത് ബ്രെഡ് തിന്നാനുള്ളതല്ലേ, കുറച്ച് വെള്ളം വേണമെന്ന് തോന്നുന്നു. ഗ്രേവി ആയിട്ട് കിട്ടും. ചൂടുവെള്ളം കൊണ്ടുപോകാൻ അല്ലാതെ കഴിക്കാൻ കൊള്ളാം അല്ലേ? രാത്രിയാണ്ട് ഇത് കളറൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഒരു 1/2 കപ്പ് കഴിക്കുന്നത്. നാരങ്ങ വേണോ? അത് മതി. നാരങ്ങ ഇത് നാരങ്ങ ഇടാൻ വേണ്ടി ഇതില്ലാത്ത ഒന്നും വേണ്ട. ഇങ്ങനെ പിരിഞ്ഞിടാൻ. ഇത് അടച്ചു വെച്ച് ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ വേവിച്ച്. അപ്പൊ ആയാ തുറക്കട്ടെ? ഇല്ല. ഇനി നമുക്ക് കുരുമുളക് ഇടാം ലാസ്റ്റ്.
കുറച്ച് മതിയോ? അടിപൊളി ആവണമെങ്കിൽ കുരുമുളക് വേണം. നേരത്തെ എടുത്ത് വെച്ചത് 2 ഇഞ്ചി. പിന്നെ നമ്മൾ കുറച്ച് കരിയാപ്പില. ഉമ്മ ആദ്യം ഇടും, ഞാൻ അവസാനം ഇടും. വ്യത്യാസം അതേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് റോ ആയിട്ട് നോക്കിക്കണം. ഇനി കടക്കണ്ട. ഇപ്പനെ ബ്രെഡിന് ഗ്രേവി കുറവാണല്ലോ. മതിയോ? ഇത് മറ്റേ ചില്ലി ചിക്കനെ പോലൊക്കെ ആയി. ഉമ്മയെന്ന് വിളി. നമുക്ക് പറ്റുമെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിക്കണ്ട. ഉമ്മ ബെഡിൽ കൊണ്ടുവരണം. വന്ന് ചുമച്ച് ചുമയൊന്നുമല്ല, ഇത് എന്തോ നോക്കുന്ന ടേസ്റ്റ് നോക്കുന്ന നല്ല കുരുമുളകിന്റെ ടേസ്റ്റ്. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ നമ്മൾ ചെയ്തെന്നുള്ളത്. കൊള്ളാം കേട്ടോ. എന്താ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ആൾക്കാർ വയ്ക്കുന്ന എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമാണെന്ന്. എനിക്കെന്താ ഭയങ്കര ക്ഷീണവും തളർച്ചയും കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിലെ ഈ ചൂട് പറ്റാത്തതിന്റെ ആയിരിക്കാം. മതി. ഉമ്മ കഴിച്ചപ്പോ കുരുമുളകിന്റെ ടേസ്റ്റ് പിടിക്കാൻ സാധനം കൊണ്ടോ സുൽത്താനെ? സുൽത്താൻ, എന്ത് പേരിടാൻ പറ്റി ചിക്കന്? പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കൻ എന്ന് പറയണം. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറ. ഉമ്മ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അല്ല, ഞാന് നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറയുന്നത് നിസാറിക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചിക്കൻ വെച്ചു ഇപ്പൊ പറയണേ. അപ്പൊ നിങ്ങള് തന്നെ ഇതിന് പേരിട്ടിട്ടല്ലേ? അവര് തന്നെ പേരിട്ടിട്ട് ഞാനിട്ടു. എന്താണ്? ആ ശരിയാ, പെപ്പറിന്റെ ടേസ്റ്റ് തന്നെയാണ് വന്നത്. പ്ലേറ്റും കൂടി മതി. ഇത് നമ്മളെ ഈ പാപ്പാട ചിക്കൻ കറി കഴിച്ചിട്ട് പറയാം എന്ത് ടേസ്റ്റ് ഒന്ന്. ഉമ്മ പോയി പിന്നും കിടന്ന നമുക്ക് വയ്യാന്ന് പറഞ്ഞ് വീണ്ടും പോയിക്കണം. അപ്പം എന്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോണ്. അടിപൊളി. എനിക്ക് ആദ്യം കിട്ടിയ കാഷ്നട്ടാണ്. കൊടുക്കുമ്പോ പറയും എല്ല് കഷ്ണമാണെന്ന് ആയിരിക്കും അല്ലേ? അടിപൊളി. പാപ്പാക്ക് അല്ലേ പുട്ടാണ്. പാപ്പാക്ക് ഇട്ട് കൊടുക്കാം. അതെയാ ഉമ്മ കിടന്നു തോന്നുന്നു. കിടന്നു ഉമ്മ പോട്ട് പെട്ടാ വീട് കഴിക്കുന്നു.